നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ സങ്കടപ്പെടുത്തുന്ന ചെറിയൊരു കാര്യമാണ് ഇന്നുണ്ടായത്. ജീവിതത്തിൽ എപ്പോഴും ആർക്ക് വേണമെങ്കിലും ആരെയും നഷ്ടപ്പെടാം, അതാണല്ലോ ജീവിതം. അത് കഴിഞ്ഞ് ഞങ്ങളെ ടീച്ചറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ടീച്ചറെ വീട്ടിലേക്ക് വിട്ടു. ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ വട്ടം കറക്കി, കൂട്ടുകാരനാണെങ്കിൽ എത്തിയിട്ടുമില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് നടന്ന് ഏതായാലും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ് എത്തിയത്. ഇനിയും നേരെ നടന്ന പന്തിയല്ലാന്ന് മനസ്സിലാക്കിയവ ഞാൻ നേരെ തിരിച്ചു നടന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് പെട്രോൾ പമ്പും നോക്കി. കൂട്ടുകാരൻ വരാത്തതുകൊണ്ട് അവനെ പിരാഗി ഞാൻ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. പിന്നെ ഒരു കാര്യം, നേരെ വൈകിയതിന് കമ്പനിക്കാരനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിരിച്ച് സംസാരിക്കുക. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, വല്ല ഉപകാരം ഉണ്ടായാലോ. അച്ഛൻ വണ്ടി ഏതോ വീട്ടിൽ കയറ്റി വെക്കുകയാണ്. ഇനിയൊന്നും നോക്കാനില്ല, നേരെ ടീച്ചറെ വീട്ടിലേക്ക്. വീടിന് എന്തായാലും പേരൊക്കെ ഇട്ടിട്ടുണ്ട്, കാവ്യം. എന്തായാലും കൊള്ളാം, നല്ല പേര്. ടീച്ചർ ധാരാളം പുസ്തകമൊക്കെ വായിക്കുന്നത് കൊണ്ട് ഷെൽഫ് നിറയെ പുസ്തകങ്ങളാണ്. പിന്നെ മോക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പുസ്തകം തൊടാത്തത് കൊണ്ട് ആ ഏരിയയിലേക്ക് പോയില്ലായിരുന്നു. ടീച്ചർ പറഞ്ഞപ്പോഴാണ് അവിടെ പുസ്തകങ്ങൾ ഉണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. ഞാൻ പിന്നെ എവിടെ ചെന്നാലും എന്നെക്കാളും നേരത്തെ അവിടെ എത്തുന്ന ചിലരുണ്ട്. മറ്റാരുമല്ല, എന്റെ ഈ ഓവർ ടാലന്റഡ് ഫ്രണ്ട്സ് തന്നെ. എന്ത് ചെയ്യാനാ, എവിടെ പോയാലും കാണും ഇതുപോലെ കുറച്ചെണ്ണം. പിന്നെ ഞാനായതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ വന്നത് പുള്ളിക്കാരി ഹാപ്പിയാണ്. ഈ പുള്ളിക്കാരന്റെ നടത്തം കാണുമ്പോൾ ഇതല്ലാതെ മറ്റൊന്നും ഓർമ്മ വരുന്നില്ല. ഏതാ ആറ്റിറ്റ്യൂഡ്. എന്തായാലും ഈ പുള്ളിക്കാരൻ ടീച്ചറിന്റെ മോൾക്ക് കാര്യമായ എന്താ ഉപദേശം നൽകുന്ന തിരക്കിലാണ്. എന്തായാലും നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ടീച്ചറോടും ഹസ്ബൻഡിനോടും മോളോടും പിന്നെ കാണാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ റൈഡേഴ്സ് എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ട് പോകാൻ റെഡി ആയിരിക്കുകയാണ്. വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടി എവിടെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. വേറെ രണ്ട് പുള്ളിക്കാരന്മാരെ വിചാരം താമരശ്ശേരി ചുരാന്നാ പറഞ്ഞു. അതെ വരുന്ന അവർ രണ്ടുപേരും VIP കളായതുകൊണ്ട് മുന്നിലും വഴിയിലൊക്കെ ഞങ്ങൾക്ക് എസ്കോർട്ടിന് വണ്ടികളുണ്ട്. പിന്നിലുള്ള പ്രൊഫഷണൽ റൈഡർ ഹെൽമെറ്റ് ഇട്ട് കണ്ണുപൊത്തിയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.